സാന്ദ്ര വിവാഹം കഴിച്ചതാണോ പ്രശ്നങ്ങൾക്ക് കാരണം? അപ്പോൾ ആരാണ് വില്ലൻ? പാപ്പരാസികൾക്ക് സംശയം. സാന്ദ്രയുടെ വിവാഹം വരെ വിജയും സാന്ദ്രയും നല്ല സുഹൃത്തുക്കളായിരുന്നു. കല്യാണത്തിന് എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് നടത്തിയതും വിജയ് ആണ്. സാന്ദ്രയുടെ വിവാഹശേഷമാണ് ഇരുവർക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ആരാണെന്നാണ് പാപ്പരാസികളുടെ ചോദ്യം. സാന്ദ്ര തോമസ് ആണ് ഫ്രൈഡേ ഫിലിം ഹൗസിന് തുടക്കം കുറിച്ചത്. പിന്നീട് പരിചയപ്പെട്ട വിജയ് ബാബു ബിസിനസ് പങ്കാളിയാകുകയായിരുന്നു. ഇരുവരും കാമുകന്മാരാണെന്നും ഭാര്യ ഭർത്താക്കന്മാരാണെന്നും വളരെ സംശയിച്ചു പോയവരുണ്ട്. ഇരുവരുടെയും പ്രണയവാർത്തകൾ ഗോസിപ്പ് കോളങ്ങൾ ആഘോഷിച്ചതുമാണ്. എന്നാൽ വാർത്ത ഇരുവരും നിഷേധിച്ചു. വിജയ് ബാബു വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമാണ്. ഫ്രൈഡേ ഫിലിം ഹൗസ് വളരുന്നതിനൊപ്പം വിജയ് ബാബുവും സാന്ദ്ര തോമസും വളർന്നു. ഒരു നടനായിട്ടാണ് വിജയ് സിനിമാ ലോകത്ത് എത്തിയത്. സാന്ദ്ര തോമസുമായി ബിസിനസ് പങ്കാളി ആയതോടെ നിർമ്മിക്കുന്ന ചിത്രങ്ങളിൽ വിജയ് അഭിനയിക്കാനും തുടങ്ങി. സാന്ദ്ര തോമസും തനിക്ക് വഴങ്ങുന്ന സിനിമകൾ തിരഞ്ഞെടുത്ത് അഭിനയിച്ചു. അങ്ങനെ ഫ്രൈഡേ ഫിലിം ഹൗസ് വളരുന്നതിനൊപ്പം സാന്ദ്രയും വിജയും നിർമ്മാതാക്കളായും അഭിനേതാക്കളായും വളർന്നു. ഫ്രൈഡേ ഫിലിംസിന്റെ ഉടമസ്ഥയെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കമുണ്ടായത്. വിജയ് ബാബു സാന്ദ്രയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് പോലീസിൽ പരാതി നൽകിയത്രേ. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ ചൊവ്വാഴ്ച സാന്ദ്ര വിജയ് ബാബുവിന്റെ ഓഫീസിൽ എത്തിയിരുന്നു. എന്നാൽ അവിടെ വെച്ച് വിജയ് ബാബുവും കൂട്ടാളികളും സാന്ദ്രയെ മർദ്ദിച്ചുവത്രേ. മർദ്ദനമേറ്റ സാന്ദ്ര തോമസ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നേടി എന്നാണ് വാർത്തകൾ. കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗോസിപ്പ് ബസാർ.